വിധിയെപ്പോലും തോൽപ്പിച്ച അത്ഭുതകരമായ രക്ഷപ്പെടൽ, ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം ഈ ഡ്രൈവർ സിനോജ് ആണ് കേട്ടോ. ഷിനോജിന്റെ കൃത്യമായ ഇടപെടൽ കാരണം ഒരു ജീവനാണ് രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താവുമായിരുന്നു? ബസ് ഡ്രൈവർ ഷിനോജ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ന്യൂസ് ചാനലിൽ വന്നതാണ്. കുട്ടി ബസ്സിനടിയിൽ പെട്ടുവെന്നായിരുന്നു ഒരു നിമിഷം താനും കരുതിയത്. സംഭവത്തിന് പിന്നാലെ ബസ്സിൽ നിന്നും ഇറങ്ങിയ താന് 2 ദിവസം വളയം തൊട്ടിട്ടില്ല. കയ്യും കാലും വിറച്ചുപോയി. ആ നിമിഷം സുഹൃത്തിനെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ഇറങ്ങിയതാണ്. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് ബസ്സിൽ തിരികെ കയറിയത്. എനിക്കും ആ പ്രായമുള്ള 2 കുട്ടികളാണുള്ളത്. ഒരു നിമിഷം കുട്ടി ബസ്സിനുള്ളിൽ കുടുങ്ങിയെന്ന് വിചാരിച്ചു. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളതെന്നും ബസ് ഡ്രൈവർ ഷിനോജ് പറയുന്നു. എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം ചെറിയ പ്രായമാണ്, അവർക്കറിയില്ല ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നുള്ളത്. നമ്മളാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അശ്രദ്ധ തന്നെയാണ് കാരണം, ഒരു സംശയവും വേണ്ട. എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.